കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് MS പ്രദീപ്, സെക്രട്ടറി AJ ഹിമൽ, ട്രഷറർ MV മനോഹരൻ എന്നിവർ ചുമതലയേറ്റു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിമൽ വേണു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് KN സോമകുമാർ ക്ലബിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചു. അന്തികട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എയർബെഡ്, ഡയപ്പർ, മറ്റ് അവശ്യ സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്തു. മേച്ചേരിപ്പടി ഗ്രാമഭാരതി ബാലിക സദനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സഹായധനം ചടങ്ങിൽ കൈമാറി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത്, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, റീജിയണൽ ചെയർപേഴ്സൺ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർമാൻ രാജൻ ജോസ് എന്നിവർ സംസാരിച്ചു. പല രീതിയിലുള്ള പ്രോജക്ട്സുകൾ നമ്മൾ എല്ലാ ലയൺസ് ക്ലബ്ബും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെങ്കടങ്ങ സെൻറ്ററിലും അതുപോലെ തന്നെ ഇന്നലെ വേങ്ങണ്ടിയൂർ പോയപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം, നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൊതുസ്ഥലത്ത് നമ്മൾ തുപ്പില്ല, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന സ്ഥലത്ത് മാത്രമേ പുകവലിക്കുള്ളൂ. പുകവലിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കുറ്റി അനാവശ്യമായിട്ട് വേസ്റ്റ് ബിന്നല്ലാതെ വേറെ എവിടെയും വലിച്ചെറിയില്ല. പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പുറത്ത് വെറുതെ വേസ്റ്റായിട്ട് ഇടില്ല. അതെല്ലാം വേസ്റ്റ് ബിന്നിൽ മാത്രമേ നിക്ഷേപിക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് ചിട്ടകൾ നമ്മൾ കൃത്യമായി വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പാലിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നാൽ നമുക്ക് ഇതൊന്നും പാലിക്കേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് നമ്മളുടെ എല്ലാവരുടെയും പെരുമാറ്റം.